ഗതിയായിരിക്കുന്ന പ്രായപ്പെട്ട വിശുദ്ധന്മാർ കടന്നു വന്ന ദൈവജനം ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സേവനം വന്ദനം അറിയിച്ചുകൊണ്ട് ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ പാതവിടത്തിൽ ആയിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്നൊരു അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ചക്കാലം നാം നടങ്ങളിൽ ദൈവം നമ്മെ സൂക്ഷിച്ച് അപകടങ്ങളാകത്ത് നടത്തുന്ന രോഗദുഃഖാദികളിൽ നിന്നെല്ലാം കർത്താവ് നമ്മെ നമ്മുടെ കുടുംബത്തെ വിടിവിച്ച് ഇന്ന് പാൽക്കാലം ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. നമുക്ക് ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വേദവചനം വായിക്കാം. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യജമാനന്റെ കുളിത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. ഈ വാക്യം ഞാൻ വായിച്ചത് സ്തോത്രം നമുക്കൊക്കെ വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. എങ്കിലും ഇതുമായി ചേർന്ന് ഒരു ആശയം ഞാൻ നിങ്ങൾക്ക് നൽകുവാനാണ് വേഗം ഞാൻ ഈ വാക്യം വായിച്ചത്. സ്തോത്രം. അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇങ്ങോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. സ്തോത്രം. അംഗീകരിക്കപ്പെട്ട നല്ലൊരു കൺവെൻഷനൊക്കെ കടന്നുപോയി പലർക്കും അതിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇനി അതിനേക്കാൾ വലിയ മെഗാ കൺവെൻഷൻ നമ്മൾ ഇനി അടുത്ത ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും വേഗം കടന്നു വരും. അതിന് നമുക്ക് സംബന്ധിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ വിശുദ്ധകരങ്ങളെ വരുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നമുക്കറിയാം യെശയ്യാ പ്രവചനം അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള പുസ്തകങ്ങളൊക്കെ സ്തോത്രം പഴയ നിയമ പുസ്തകങ്ങളാണ്. സ്തോത്രം. ഈ പഴയ നിയമ പുസ്തകം എന്ന് പറയുമ്പോൾ ഇന്ന് ഈ പഴയ നിയമത്തോട് വലിയ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്നുള്ളത്. സ്തോത്രം. അതായത് ഉൽപ്പത്തി മുതൽ അതായത് മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം പഴയ നിയമ പുസ്തകങ്ങളാണ്. ഈ പഴയ നിയമം ആയത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ആൾക്കാരതിനെ പറഞ്ഞ് അങ്ങ് പഴയതാക്കിയതാണ്. എന്തുവാണെന്ന് അറിയത്തില്ല. സ്തോത്രം. എനിക്കൊരു ഷർട്ടുണ്ട്. ഈ ഷർട്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പുതിയ ഷർട്ടാണ്. നാളെ ഒരു പുതിയ ഷർട്ട് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതെന്തായിത്തീരും? പഴയതായിത്തീരും. ഞാൻ പഴയതല്ല, ഞാൻ അതിനെ അങ്ങ് പഴയതാക്കുക. ഈ ദൈവവചനം ഒരിക്കലും പഴയതൊന്നുമല്ല. സ്തോത്രം. ദൈവവചനം പുതിയത് തന്നെയാണ്. കർത്താവ് പറഞ്ഞു ഞാൻ സകലവും പുതുതാക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളതിനെ പഴയതാക്കാനാണ് പിന്നെ നമ്മൾ ശ്രമിക്കുന്നത്. സ്തോത്രം. കർത്താവെല്ലാം പുതിയത് തന്നെ ആക്കുക. ദൈവത്തിൻ്റെ വചനമാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളത്. അതിനെ പഴയതാക്കുക. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് ഒരു ചില ചിന്തകൾ ഞാൻ നിങ്ങൾക്കൊന്ന് നൽകാം. അത് കേൾക്കുമ്പോഴത് പഴയതാണോ പുതിയതാണോ നിങ്ങൾ അതിനെ ചിന്തിക്കുക. സ്തോത്രം. നമുക്കറിയാം ഉൽപ്പത്തി മുതൽ അതായത് മലാക്കി വരെയുള്ള പുസ്തകം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെയും 2-3 കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്കവിടെ നമുക്ക് കാണുവാൻ കഴിയും. 2, ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് കാണുവാൻ കഴിയും. ഈ സ്നേഹിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്ന ദൈവത്തോട് മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? മറുതലിച്ച് നിൽക്കുക. സ്തോത്രം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ട് വേഗം ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒരു പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ ചിലപ്പോൾ 20-25 ആകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഈ ഇസ്രായേൽ ജനം നമുക്കറിയാലും ഇസ്രായേലിലെ ഫറവോന്റെ അടിമത്തത്തിലും വിചാരകന്മാരാലും ഒത്തിരി നിലവിളിച്ച സമയത്ത് ദൈവം അവരുടെ നിലവിളി കേട്ട് ഇറങ്ങിഞ്ഞു വന്നു. ദൈവത്തിൻ്റെ മക്കൾ ഒത്തിരി ഓപ്ഷനുകളുണ്ട്. ദൈവത്തിന് വേണമെങ്കിൽ കുറേ ദൂതന്മാരെ ഇറക്കി അല്ലെങ്കിൽ ആ സ്തോത്രം ഫറവോനോട് പടവെട്ടി അല്ലെങ്കിൽ എങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ തൻ്റെ ജനത്തെ വിടുവിക്കാൻ കഴിയും. പിന്നെ ദൈവം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ജനത്തോട് അല്ലെങ്കിൽ ദൈവത്തോട് ഈ ജനം കാണിച്ചത് മറുത്ത് മത്സരിക്കുകയായിരുന്നു. ഒരാഹാരത്തിൻ്റെ കാര്യം പറഞ്ഞു, വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു, മറ്റും പറഞ്ഞ് അല്ലെങ്കിൽ നീ ആഹാരം കൊടുത്തിട്ട് പോലും കുറെ കൂടെ ഇല്ലേ നമുക്കതിൽ ഇങ്ങനെ ഇറച്ചി മീൻ എന്നും ഈ പച്ചക്കറിയൊക്കെ കഴിച്ച് വായിക്കൊരു രുചിയില്ല. അതുകൊണ്ട് വല്ലപ്പോഴും ഇറച്ചി മീനും കിട്ടിയെങ്കിൽ നമുക്കും ബുദ്ധിമുട്ട്. അവർക്കും അത് തന്നെയായിരുന്നു ഇറച്ചി കിട്ടുമെന്നൊക്കെ അവർ ചോദിച്ചത്. ഇല്ലേ? സ്തോത്രം. നമ്മൾ അവരോട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തെ മുഷിപ്പിക്കുവാനിടയായി. സ്തോത്രം. വചനം പറയുന്ന 40 ആണ്ട് എനിക്ക് ആ ജനത്തോട് നീരസമായിരുന്നെന്നാണ് പറയുന്നത്. സ്തോത്രം. അവരെ കൊണ്ടുപോകുമ്പോഴും ദൈവത്തിന് നീരസം ഉണ്ടായിട്ടും ദൈവം അവരെ തകർത്ത് കളയാതോണം ദൈവം അവരെ കൊണ്ടുപോകാനിടയായി. സ്തോത്രം. അപ്പം അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം വിശ്വസ്തതയും സ്നേഹവുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോഴും ജനം മറുത്ത് മത്സരിക്കുന്നത് അവിടെ വായിച്ച വാക്യം അതിനോട് അനുബന്ധിച്ചുള്ളതാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ഹല്ലേലൂയ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. സ്തോത്രം.
അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ദൈവം എന്ത് ചെയ്യുന്നില്ലെന്നറിയാമോ? തൻ്റെ ജനത്തെ ഇല്ലായ്മ ചെയ്യുന്നില്ല. മനുഷ്യൻ മത്സരിക്കുമ്പോഴും ദൈവം ചെയ്യുന്ന ഇവരെ ഏത് വിധത്തിൽ രക്ഷിക്കാൻ കഴിയും, ഏത് വിധത്തിൽ ഇവരെ വിധിക്കാൻ കഴിയും, എങ്ങനെ ഇവരെ മടക്കിക്കൊണ്ടുവരാൻ കഴിയും എന്ന് ഓർത്ത് ദൈവം തന്റെ ദാസനാകുന്ന മോശയ്ക്ക് കൊടുത്ത ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ പുസ്തകമാണ് ഹല്ലേലൂയ പഞ്ചഗ്രന്ഥം എന്ന് പറയുന്ന ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് സ്വയം ശോധനയ്ക്കുള്ള, മടങ്ങി വരുവാനുള്ള ഒരു പുസ്തകമായി ദൈവം അവർക്ക് കൊടുത്ത് അവരതിനെ തോറ എന്ന് പറയും, നമ്മൾ പഞ്ചഗ്രന്ഥം എന്നൊക്കെ പറയും. ഹല്ലേലൂയ സ്തോത്രം. ഈ പഞ്ചഗ്രന്ഥം അല്ലെങ്കിൽ അവരുടെ തോറ അവർക്ക് മടങ്ങി വരുവാൻ, അവർക്കൊന്നുകൂടി വിചിന്തനം ചെയ്യുവാൻ, അവരാരാണെന്ന് മനസ്സിലാക്കുവാനുള്ള പുസ്തകമാണ് ഹല്ലേലൂയ സ്തോത്രം പഞ്ചഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകം. സ്തോത്രം. ഇതിലെ ആദ്യം ഞാൻ കമ്പി വാചകത്തിലൊന്ന് ഓടിച്ച് പറഞ്ഞ് ഞാൻ അതിൻ്റെ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാലോ, ഒന്നാമത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. സ്തോത്രം. ഇതെങ്ങനെയാണ് ഇവർ ഹല്ലേലൂയ ഇതിൽ നിന്ന് ഇവരൊന്ന് മാനസാന്തരപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവരൊന്ന് മടങ്ങി വരുന്നത്, ഇവരുടെ ദൈവത്തെ ഒന്ന് കാണുന്നത്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നത്? അത് ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് നമ്മളൊക്കെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം അത് സൃഷ്ടിയുടെ പുസ്തകമെന്ന ഒന്നാമത്തെയും രണ്ടാമത്തെ പല അധ്യായങ്ങളൊക്കെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അവിടെ സൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടിയുടെ പുസ്തകമായിട്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തെ കാണുന്നത്. നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ, അത് ഇസ്രായേലിന് മാത്രമല്ല, ഈ പുതിയ ഇസ്രായേലാകുന്ന നമുക്കും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുവാനുള്ള പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിങ്ങൾ ആരായിരുന്നു, നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കാലത്ത് പൊടിയായി കിടന്ന നമ്മളെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് തൻ്റെ ജീവശ്വാസം ഊതി നമ്മളെ ഏതാണ്ട് ഈ പരുവത്തിലാക്കി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. എന്തിനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവം ആരെന്ന് മനസ്സിലാക്കി ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാനാണ് എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം നമ്മൾ പൊടിയായി കിടന്നാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ അറിയാൻ കഴിയത്തില്ല, ആരാധിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. 30-ാം സങ്കീർത്തനം അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ധൂളി നിന്നെ സ്തുതിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ധൂളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊടി എന്നാണ്. ഈ പൊടി മനുഷ്യനെ ദൈവത്തെ സ്തുതിക്കുമോ? സ്തുതിക്കത്തില്ല. കാരണം സ്തുതിക്കണമെങ്കിൽ ആ പൊടിക്ക് ജീവൻ വേണം. ഹല്ലേലൂയ. പൊടിയായി കിടന്നാൽ ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. എന്നാൽ പൊടിയായി കിടന്ന എന്നെയും നിങ്ങളെയും ദൈവം തൻ്റെ സാദൃശ്യരൂപത്തിൽ സൃഷ്ടിച്ച് ആ ജീവശ്വാസം ഊതിയപ്പോൾ നമുക്ക് ദൈവത്തെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാനിടയായി. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ വാഴ്ത്തുവാൻ, ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പോലും ദൈവത്തെ സ്തുതിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇല്ലേ? സ്തോത്രം. മരിച്ചവരും മൗനതലർന്നവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ജീവനുള്ള നാമോ എന്നേക്കും യഹോവ എന്ത് ചെയ്യുന്ന വാഴ്ത്തുവന്ന. അപ്പൊ മരിച്ചു കിടക്കുന്ന പൊടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. തകർന്നു കിടക്കുന്ന മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. ജീവനുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക തന്നെ ചെയ്യും. അവിടെ ജീവനോടെ ഇരിക്കുന്ന നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമുക്കറിയാമല്ലോ, അബ്രഹാമിനെ കുറിച്ച് തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് അബ്രഹാമിനെ എടുക്കാം. അബ്രഹാം ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം അറിയാൻ കഴിയാതെ വണ്ണം ഭൂമനഗരങ്ങളിൽ അവിടെ ഹല്ലേലൂയ കടന്നുപോയ മനുഷ്യനാ. തൻ്റെ അപ്പനാകുന്ന തേരഹിലൂടെ താൻ ഹല്ലേലൂയ രണ്ടുപേരും ചേർന്ന് അവിടെ ഭൂമഗ്രഹങ്ങളെ ഒത്തിരി ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്നാൽ ഭൂമഗ്രഹങ്ങളെ ഉണ്ടാക്കി നടന്ന അബ്രഹാമിനെ ഒരിക്കൽ ദൈവം ഹല്ലേലൂയ വിളിച്ചു. ആര് വിളിച്ചു? തേജോമയനായ ദൈവം വിളിച്ചു. കാരണം എന്താണെന്നറിയാമോ? അബ്രഹാം ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾക്കൊന്നും തേജസ്സില്ല. ഹല്ലേലൂയ സ്തോത്രം. വിഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത് ആര് വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവോ മനുഷ്യനും ആ ഉണ്ടാക്കുന്നവനോ അതേപോലെ തന്നെയാണെന്ന. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഭൂമവിഗ്രഹങ്ങളെ ഉണ്ടാക്കിയ ഹല്ലേലൂയ അബ്രഹാമിനെ ദൈവം തേജോമയനായ ദൈവം വിളിച്ച് എന്ത് ചെയ്തറിയാമോ? ഹല്ലേലൂയ തൻ്റെ ശബ്ദം കേൾപ്പിച്ച് തന്നെ പേരിട്ട് വിളിച്ച് തന്നെ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ഹല്ലേലൂയ ജീവനുള്ള ദൈവം മാത്രമാണ്. താൻ ഉണ്ടാക്കുന്ന ദൈവത്തിൽ നിന്നും ഹല്ലേലൂയ ജീവനില്ല. എന്നാൽ ജീവനുള്ള ഒരു ദൈവത്തെ അബ്രഹാമിന് കാണുവാനിടയായി. അബ്രഹാം എന്ത് ചെയ്തറിയാമോ? ഹല്ലേലൂയ ആ ദൈവത്തെ കണ്ടതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം ആ ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുവാനിടയായി. ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. അത് പുറകോട്ട് നോക്കി ദൈവം ആരാണെന്ന് മനസ്സിലാക്കാനുള്ള പുസ്തകമാണ്. ദൈവം ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മുൻപോട്ട് യാത്ര ചെയ്യണം. ഈ ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് മനുഷ്യൻ ഇറങ്ങിത്തിരിക്കണം. പലരും ദൈവത്തെ അറിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാ, അവന് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അവന്റെ ദൈവത്തിന്റെ വഴി ആരാണെന്ന് വിളിച്ചത്, ദൈവം ആരാണെന്ന് സത്യമായി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകത്തെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ പുസ്തകം പുറപ്പാട് പുസ്തകമാണ്. അത് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാനുള്ള പുസ്തകമാണ്. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിനെ വിളിച്ച് ഹല്ലേലൂയ നീ എന്റെ വഴിയിലേക്ക് ഇറങ്ങി വരുവാൻ ആ ദൈവം വിളിക്കുന്നത്. ഹല്ലേലൂയ അവിടെ നിൽക്കുവാനല്ല, നീ
ദൈവത്തെ അറിഞ്ഞ സ്ഥിതിക്ക് നീ അവിടെ നിൽക്കുകയല്ല, മറിച്ച് നീ എൻ്റെ വഴിയിലേക്ക് വരണം. കാരണം നീ ഊമവിഗ്രഹങ്ങളെ, ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ നീ ഉണ്ടാക്കിയത്. എന്നാൽ ജീവനുള്ള ഒരു ദൈവം വിളിച്ചെങ്കിൽ ജീവനുള്ള വഴിയിലേക്ക് ആ ദൈവം വിളിച്ചിരിക്കുന്നത്. ജീവന്റെ വഴിയാണ് ദൈവത്തിന്റെ വഴി. ദൈവം പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അവന്റെ വഴി ജീവന്റെ വഴിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 16-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജീവന്റെ വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് ആ വചനം പറയുന്നുണ്ട്. ജീവന്റെ വഴി അവൻ നിനക്ക് കാണിച്ചു തരും. അവന്റെ വഴി അഗോചരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ വഴി വിശാലമാണ്. ഹല്ലേലൂയ. അവന്റെ വഴിയിലൂടെ പോകുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ, ഹല്ലേലൂയ, അനുഗ്രഹം വിടുതലുകൾ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം മുൻപോട്ട് നോക്കുക. ദൈവം ആരാണെന്ന് മനസ്സിലാക്കി, പുറകോട്ട് നോക്കി മനസ്സിലാക്കിയ മനുഷ്യൻ മുൻപോട്ട് യാത്ര ചെയ്യേണ്ടി അത്യാവശ്യമായിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, അബ്രഹാമേ, എന്നെ നീ അറിഞ്ഞ സ്ഥിതിക്ക് നീ എൻ്റെ വഴിയിലേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല, നീ എൻ്റെ വഴിയിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല, നീ നിന്റെ പിതൃഭാഗം വിടണം. അവിടെ 1-2 കണ്ടീഷൻ ദൈവം വെക്കുകയാണ്. ഒന്ന്, നീ പിതൃഭാഗം വിടണം. കാരണം നീ പിതൃഭാഗം വിട്ടാൽ നിനക്ക് മറ്റൊരു പിതൃഭാഗം ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. അത് ഇതും കൂടെ ലഭിക്കത്തില്ല. ഈ പിതൃഭാഗം, തേരകിന്റെ ഭവനം നീ വിട്ടാൽ നിനക്ക് ജീവനുള്ള ഒരു ദൈവം നിനക്ക് മറ്റൊരു ഭവനം തരുവാനിടയാവും. അതാണ് നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം. എബ്രായലേഖനം 11-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ, അബ്രഹാമിന്റെ പ്രതീക്ഷ, അബ്രഹാമിന്റെ പ്രത്യാശ നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവം ശില്പിയായി സൃഷ്ടിച്ചതും ഹല്ലേലൂയ നിർമ്മിച്ചതും ഹല്ലേലൂയ, സ്തോത്രം, അടിസ്ഥാനമുള്ളതുമായ ഒരു ഭവനത്തിനായി അബ്രഹാം കാത്തിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതേ പഴയ നിയമത്തിന്റെ ഹല്ലേലൂയ വിശ്വാസികളുടെ തലതൊട്ടപ്പനാകുന്ന അബ്രഹാമിന് വിശ്വാസമുണ്ട്. അബ്രഹാമിനറിയാം ഹല്ലേലൂയ, തനിക്ക് ഹല്ലേലൂയ അടിസ്ഥാനമുള്ള ഒരു ഭവനമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പഴയ വിശ്വാസിയാകുന്ന അബ്രഹാമിന് മാത്രമല്ല, പുതിയ നിയമത്തിന്റെ തലതൊട്ടപ്പനാകുന്ന വിശ്വാസികളുടെ തലതൊട്ടപ്പനാകുന്ന ഹല്ലേലൂയ പൗലോസിനും ഉണ്ടായിരുന്നു ആ പ്രത്യാശ. ഹല്ലേലൂയ. നമുക്കറിയാം, കൊരിന്ത്യലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം, അതേ നിത്യഭവനമായി ദൈവത്തിന്റെ ധനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഹല്ലേലൂയ പൗലോസിന് പ്രത്യാശ ഉണ്ടായിരുന്നു. സ്തോത്രം. പഴയ നിയമ വിശ്വാസികൾക്കും പുതിയ നിയമ വിശ്വാസികൾക്കും ഒക്കെയുള്ള പ്രത്യാശ എന്ന് വെച്ചാൽ ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ ഒരു ശില്പിയായി സൃഷ്ടിക്കുന്ന ഒരു ഭവനം നമുക്കുണ്ടെന്നുള്ള പ്രത്യാശയാ. ഇനി ഇവർക്ക് മാത്രമാണോ ഉള്ളത്? ദൈവം എന്താ പറഞ്ഞത് നമ്മോട്? ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് തന്നിരിക്കുക. അപ്പോൾ ദൈവം പറയുന്നതും അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിത്യമായ ഒരു ഭവനം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോകുവാൻ ഹല്ലേലൂയ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം മുൻപോട്ട് നോക്കി പുറപ്പെടുവാനുള്ള പുസ്തകമാണ്. മുൻപോട്ടിറങ്ങി പുറപ്പെട്ട അബ്രഹാം പിന്നീട് ചെയ്ത എന്താ? പിന്നെ അടുത്ത പുസ്തകത്തിലേക്ക് കയറുക. അത് ലേവ്യ പുസ്തകമാണ്. ലേവ്യ പുസ്തകം എന്തിനെ കാണിക്കുന്നു? അത് ആരാധനയെ കാണിക്കുകയാണ്. ആരാധിക്കുന്ന എങ്ങോട്ട് നോക്കിയാ? അത് ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് അതേ അബ്രഹാം ഹല്ലേലൂയ, സ്തോത്രം, ഉയരത്തിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിയവൻ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഉയരത്തിലേക്ക് നോക്കി നീ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനാ ദൈവം നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുക. അതേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ലേവ്യ പുസ്തകം അത് ആരാധനയുടെ പുസ്തകമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, മെസൊപ്പൊട്ടാമിയയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കൽദയരുടെ ദേശമായ ഊരിൽ നിൽക്കുമ്പോൾ അബ്രഹാം ഹല്ലേലൂയ യാഗപീഠം ഉണ്ടാക്കിയിട്ടില്ല. ഹല്ലേലൂയ അവിടെ യാഗം കഴിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അവൻ യാഗപീഠം ഉണ്ടാക്കാൻ തുടങ്ങി, അവൻ യാഗം കഴിക്കാൻ തുടങ്ങി. അതേ ലേവ്യ പുസ്തകം യാഗത്തിന്റെ പുസ്തകമാണ്. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി തിരിച്ച അബ്രഹാം മുൻപോട്ട് ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോയപ്പോൾ അടുത്ത സംഖ്യാപുസ്തകത്തിലേക്കാണ് കയറുന്നത്. ആ സംഖ്യാപുസ്തകം എന്താ പറയുന്നത്? അത് ഇടത്തും വലത്തും നോക്കുവാനുള്ള പുസ്തകമാണ്, നമുക്ക് ചുറ്റും നോക്കുവാനുള്ള പുസ്തകമാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, നിനക്ക് ഇടത്തും വലത്തും ദൈവം നന്മകളാൽ നിന്നെ അലങ്കരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നിനക്ക് നന്മ അവൻ തരുവാനിടയായി തീരും. അബ്രഹാം ഹല്ലേലൂയ അബ്രഹാമിനോട് പറഞ്ഞു, നീ കുറുകെ നിടുകെ നടക്ക്, അതെല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കും. അത്രമാണോ? ഹല്ലേലൂയ ലോകത്തിനോട് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട്. കാരണം ഞാൻ ഇടത്ത് പോയാലും വലത്ത് പോയാലും അവിടെ എല്ലാം ദൈവം എനിക്ക് അനുഗ്രഹം വെച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തിന് അബ്രഹാമിന് പേടിക്കേണ്ടതില്ല. കാരണം ദൈവത്തെ നോക്കി അവൻ ഇറങ്ങി
സമയത്ത് ലോകത്ത് ചിലപ്പോൾ ഒന്ന് പേടിക്കേണ്ടി വരും. കാരണം പച്ചപ്പ് നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം അവൻ നോക്കിയത് അബ്രഹാമിനെ നോക്കിയാണ് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളും ദൈവത്തെ നോക്കിയാണോ ഇറങ്ങുന്നത്? അല്ല പാസ്റ്ററെ നോക്കിയാണോ? അത് മറ്റൊരു വ്യക്തിയുടെ നോക്കിക്കൊണ്ടാണോ? അല്ല നീ ദൈവത്തെ നോക്കിക്കൊണ്ടാ ഇറങ്ങുന്നെങ്കിൽ ഒന്നുകൂടി നിനക്ക് ഭാരപ്പെടേണ്ട കാര്യമല്ല. ഇന്നലെ നാളെ ദൈവം നിന്നെ അനുഗ്രഹിക്കാം. പലേ ദൈവം ചില ആൾക്കാരൊക്കെ പറയുന്നത് ഓടിച്ചിട്ടൊക്കെ അനുഗ്രഹിക്കും. എനിക്കറിയത്തില്ല. അതേ ദൈവം ഇവരെ ഓടിച്ചിട്ടുന്ന അടങ്ങി നിന്നാൽ മതി, ദൈവം അനുഗ്രഹിക്കും. ഓടിച്ചു നിൽക്കാതെ ദൈവത്തിനോടായിരുന്നു വയ്യ. അതേ അടങ്ങിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഓടിച്ചിട്ടൊന്നും അനുഗ്രഹിക്കുന്ന പരിപാടിയൊന്നുമില്ല. സ്തോത്രം. എന്തായാലും ഇവിടെ ഹല്ലേലൂയ സംഖ്യാപുസ്തകം അനുഗ്രഹത്തിന്റെ പുസ്തകമാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ പുസ്തകമാണ്. ഈ സംഖ്യാപുസ്തകം അനുഗ്രഹം പ്രാപിച്ചായി പോയാൽ എന്താ ചെയ്യേണ്ടത്? ആവർത്തന പുസ്തകത്തിലേക്ക് കയറണം. ആവർത്തന പുസ്തകം എന്താ കാണിക്കുന്നത്? അത് ഉള്ളിലേക്ക് നോക്കുവാനുള്ള പുസ്തകമാണ്. അവനവന്റെ ഹൃദയത്തിലേക്ക് നോക്കുവാനുള്ള പുസ്തകമാണ്. അതേ ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായാണ് ആരാധിക്കുന്നത്. വചനം പറയുന്നു ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ശരീരം കൊണ്ട് ദൂരസ്ഥരെങ്കിലും ഹൃദയം കൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ സമീപസ്ഥരെങ്കിലും നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ദൂരസ്ഥരായിരിക്കുകയാണ്. അതേ വചനം ഹല്ലേലൂയ പറയുന്നു നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ പുറകോട്ട് നോക്കുവാനുള്ളതാണെങ്കിൽ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം മുൻപോട്ട് നോക്കി യാത്ര ചെയ്യുവാനുള്ളതാണ്. അതേ ലേവ്യ പുസ്തകം ഉയരത്തിലേക്ക് നോക്കുവാനുള്ളതാണ്. സംഖ്യാപുസ്തകം ഇടത്തുമലക്ക് നോക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ആവർത്തന പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് നോക്കി ദൈവം കാണേണ്ടിയിരിക്കുന്നു. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ നാളുകളിൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും ആത്മാർത്ഥതയോടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ ഹല്ലേലൂയ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ഹല്ലേലൂയ ഇത് മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവത്തിലേക്ക് തിരിയുവാൻ ദൈവം തന്റെ ആത്മാവിനെ മോശയുടെ പരിശുദ്ധാത്മാവ് കൊടുത്ത ഗ്രന്ഥമാണ് അവരുടെ തോറയെന്ന ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് മാത്രമല്ല കേട്ടോ, അവർക്ക് 5 പുസ്തകം ഇസ്രായേലിന് കൊടുത്തെങ്കിൽ നമ്മൾ ഇനി ഹല്ലേലൂയ മാനസാന്തരപ്പെടണമെങ്കിൽ എത്ര പുസ്തകം വേണമെന്ന് ചോദിക്കും. നമുക്ക് ആ എല്ലാ പുസ്തകവും നമ്മൾ മാനസാന്തരപ്പെടാനുള്ളതാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക്. കാരണം അവരെക്കാൾ ഒരടി കൂടുതലാണ് നമുക്ക് കേട്ടോ. ഹല്ലേലൂയ അതോടെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എനിക്ക് ഹല്ലേലൂയ നാം ദൈവത്തിന് ഹല്ലേലൂയ നമ്മളുമായിട്ട് എന്തുള്ളത് കാര്യമുള്ളത്. ദൈവത്തിൻ്റെ തിരിച്ചറിവ് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി നമ്മൾ ഹല്ലേലൂയ പ്രയോജനപ്പെടുവാൻ ഈ ചെറിയ ഹല്ലേലൂയ സ്തോത്രം ഈ പ്രബോധനത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു കാണിരിക്കുന്നു. അവസരം തന്നെ ദൈവദാസനോട് നന്ദി പറഞ്ഞു കാണിരിക്കുന്നു.